നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി രസതന്ത്ര ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഗ്യാസിൻ്റെ മെഷറബിൾ പ്രോപ്പർട്ടീസിനെ പറ്റിയും ഗ്യാസ് ലോസിനെ പറ്റിയുമാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ 2 ഗ്യാസ് ലോസ് പഠിക്കുകയുണ്ടായി, അതായത് ബോയിൽസ് ലോയും ചാൾസ് ലോയും. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ മിനിമം പ്രഷർ റിക്വയർഡ് ടു കംപ്രസ് 500 decimeter cube of air at 1 bar to 200 decimeter cube at 30 degrees Celsius. നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഇവിടെ ഇനീഷ്യൽ വോളിയം V1 500 decimeter cube ആണ്. ഇനീഷ്യൽ പ്രഷർ P1 1 bar. ഫൈനൽ വോളിയം V2 200 decimeter cube ആണ്. ഫൈനൽ പ്രഷർ P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പ്രോബ്ലത്തിൽ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ബോയിൽസ് ലോ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ബോയിൽസ് ലോയുടെ മാത്തമെറ്റിക്കൽ ഫോം P1 V1 = P2 V2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് P2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് P2 = P1 V1 ഡിവൈഡഡ് ബൈ V2 വിച്ച് ഈസ് ഈക്വൽ ടു 2.5 ബാർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, a vessel of 120 ml capacity contains a certain amount of gas at 35 degrees Celsius and 1 bar pressure. The gas is heated to 50 degrees Celsius at the same pressure. What would be its new volume? ഇതിൻ്റെ ആൻസർ, ഇവിടെ ഇനീഷ്യൽ വോളിയം V1 120 ml ആണ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 30 degrees Celsius. Temperature should be in Kelvin scale. So 30 plus 273 which is equal to 303 Kelvin. Final temperature T2 is equal to 50 degrees Celsius which is equal to 50 plus 273 is equal to 323 Kelvin. നമുക്ക് ഫൈനൽ വോളിയമായ V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ചാൾസ് ലോ ഉപയോഗിക്കാം. നമുക്കറിയാം ചാൾസ് ലോയുടെ മാത്തമെറ്റിക്കൽ ഫോം V1 by T1 is equal to V2 by T2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് V2 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് V2 is equal to 120 into 323 divided by 303 which is equal to 127.92 milliliter. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഗ്യാസ് ലോസിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 3rd ഗ്യാസ് ലോ ആയിട്ടുള്ള ഗേ-ലൂസാക്സ് ലോ, പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പാണ്. ഇത് പ്രൊപ്പോസ് ചെയ്തത് ജോസഫ് ഗേ-ലൂസാക്ക് എന്ന ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ്. 1809 ഈ ലോ പ്രൊപ്പോസ് ചെയ്തത്. നമുക്ക് ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട 1-2 എക്സാമ്പിൾസിലേക്ക് വരാം. ഒരു ബലൂണിൽ എയർ ഫില്ല് ചെയ്തതിന് ശേഷം അതിനെ സൂര്യപ്രകാശത്തിൽ വെക്കുകയാണെങ്കിൽ അത് കുറേ സമയം കഴിയുമ്പോൾ പൊട്ടിപ്പോവും. അതേപോലെ നന്നായിട്ട് എയർ ഫില്ല് ചെയ്ത ഓട്ടോമൊബൈൽ ടയറിൻ്റെ കേസിൽ സമ്മർ സീസണിൽ പ്രഷർ കൂടുന്നതായിട്ടും അതേപോലെ വിൻ്റർ സീസണിൽ പ്രഷർ കുറയുന്നതായിട്ടും നമുക്ക് അനുഭവമുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ 2 എക്സാമ്പിളിലും വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ബലൂണിൻ്റെ കേസിലായാലും ഓട്ടോമൊബൈൽ ടയറിൻ്റെ കേസിലായാലും വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ പ്രഷർ കൂടി. ഇതാണ് ഗേ-ലൂസാക്സ് ലോ. അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ദ പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. നമുക്കിതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോമിൽ ഇങ്ങനെ എഴുതാം: P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T അറ്റ് കോൺസ്റ്റൻസ് V ആൻഡ് N, ഓർ P is equal to a constant K into T, or P by T is equal to K, a constant. That is, the ratio of pressure and absolute temperature is a constant at constant volume and for a fixed mass of gas. We know that for a fixed mass of gas, number of moles is a constant. ഇനി നമുക്ക് ഗേ-ലൂസാക്സ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒന്ന് നോക്കാം. ഇവിടെ പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ Y ആക്സിസിൽ പ്രഷറും X ആക്സിസിൽ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറുമായിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ നേച്ചർ സ്ക്രീനിൽ കാണാം. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 4 ഗ്രാഫ് കാണാം: V1 V2 V3 V4. ഇതിൽ V4 ആണ് ഏറ്റവും കൂടിയ വോളിയം. ഈ ഗ്രാഫ് ഐസോകോർ എന്നാണ് അറിയപ്പെടുന്നത്. because these graphs are plotted at constant volume.
അങ്ങനെ കിട്ടിയ ഗ്രാഫെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ഈ ഓരോ ഗ്രാഫിനെയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫുകൾ ടെമ്പറേച്ചർ 0 കെൽവിൻ ടെമ്പറേച്ചറിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ നേരത്തെ ചാൾസ് ലോയുടെ കേസിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ടെമ്പറേച്ചർ 0 ആയപ്പോൾ പ്രഷർ 0 ആയിട്ട് മാറി. അതിൻ്റെ റീസൺ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ്. ടെമ്പറേച്ചർ 0 കെൽവിൻ എത്തിയപ്പോൾ എല്ലാ ഗ്യാസും ഒന്നുകിൽ ലിക്വിഡായിട്ട് അല്ലെങ്കിൽ സോൾഡായിട്ട് കൺവെർട്ട് ചെയ്യും. അതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രഷറും 0 ആയിട്ട് മാറും. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ ഗ്യാസ് ലോയായ അവഗാഡ്രോസ് ലോയാണ്. ഇത് വോളിയം എമൗണ്ട് ഓർ നമ്പർ ഓഫ് മോൾ റിലേഷൻഷിപ്പാണ്. 1811 ഒരു ഇറ്റാലിയൻ സയൻറ്റിസ്റ്റായ അമേഡിയോ അവഗാഡ്രോ ആണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത്. അമേഡിയോ അവഗാഡ്രോ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, അതേപോലെ ഗെയ്ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ് ഇതിനെ കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ലോ പ്രപ്പോസ് ചെയ്തത്. കൂട്ടുകാർ ഇതിനെപ്പറ്റി വിശദമായിട്ട് 1ാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. അവഗാഡ്രോസ് ലോയും 1ാമത്തെ യൂണിറ്റിൽ പഠിച്ചതാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഓർത്തു നോക്കൂ. ദാറ്റ് ഈസ് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓർ മോളിക്യൂൾസ്. നമുക്ക് ഇതൊന്ന് വിശദമായിട്ട് പരിശോധിച്ചാലോ? നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചിത്രം കാണാം. ഒരു മൂവബിൾ പിസ്റ്റനോട് കൂടിയ വെസലിൽ 2 ലിറ്റർ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഈ ഗ്യാസിൻ്റെ പ്രഷർ 1 atm ആണ്, ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്. ഈ വെസലിനെ നമ്മൾ ഒരു ഗ്യാസ് സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ നോബ് ഓപ്പൺ ചെയ്യുമ്പോൾ വെസലിലേക്ക് ഗ്യാസ് ഫില്ല് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ വോളിയത്തിന് എന്ത് സംഭവിച്ചെന്ന് നോക്കേ. വോളിയം 2 ലിറ്റർ ഇപ്പോൾ 4 ലിറ്ററായിട്ട് മാറി. അതായത് ഗ്യാസിൻ്റെ എമൗണ്ട് കൂട്ടിയപ്പോൾ വോളിയം കൂടി, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അവഗാഡ്രോസ് ലോയെ സ്റ്റേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. നമുക്കറിയാം 1 mole ഓഫ് എനി ഗ്യാസ് കണ്ടെയ്ൻസ് എ കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. കൂട്ടുകാർ അതിനെപ്പറ്റി 1ാമത്തെ അധ്യായത്തിൽ പഠിച്ചതാണ്. ആ നമ്പർ എത്രയായിരുന്നു? 6.022 × 10⁻23. ഈ നമ്പറിന് ഒരു പേര് വിളിക്കുമല്ലോ, അതെ, അവഗാഡ്രോസ് കോൺസ്റ്റൻറ്റ് ഓർ അവഗാഡ്രോസ് നമ്പർ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലോയിൽ നമ്പർ ഓഫ് മോൾസിന് പകരം നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾ കൂടി ആഡ് ചെയ്യാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓർ മോളിക്യൂൾസ്. അടുത്തതായി അവഗാഡ്രോസ് ലോയുടെ മാത്തമെറ്റിക്കൽ ഫോം ഒന്ന് നോക്കിയാലോ. That is V proportional to N, number of moles at constants T and P. T for temperature and P for pressure. Or V is equal to K into N. Or V by N is equal to K, a constant. ഒരു മോൾ ഗ്യാസിൻ്റെ കേസിൽ N is equal to 1 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? V is equal to K into 1. That is V is equal to K. Or volume of 1 mole of a gas is constant at constant temperature and pressure. ഇവിടെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറായി ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ആയ 0 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 273.15 കെൽവിനും പ്രഷറായിട്ട് 1 ബാർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മോളാർ വോളിയത്തിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് വോളിയം ഓഫ് 1 mole ഓഫ് ഗ്യാസ് ഈസ് ഈക്വൽ ടു 22.71 ലിറ്റർ പെർ മോൾ എന്ന് കിട്ടും. 273.15 കെൽവിൻ ടെമ്പറേച്ചറിലും 1 ബാർ പ്രഷറിലും ഒരു ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ എന്ന് വിളിക്കും. അതിൻ്റെ ഷോർട്ട് ഫോമാണ് STP. STPയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഈസ് 273.15 കെൽവിൻ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രഷർ ഈസ് 1 ബാർ. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഒരു മിക്സർ ഓഫ് ഐഡിയൽ ഗ്യാസിൻ്റെ മോളാർ വോളിയം 22.71 ലിറ്റർ ആണ്. കൂട്ടുകാർ ഇത് താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് 22.4 ലിറ്റർ അല്ലെങ്കിൽ 22.414 ലിറ്റർ എന്നായിരിക്കാം. അതിൻ്റെ കാരണം അവിടെ നമ്മൾ ഓൾഡ് STP കണ്ടീഷൻസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതായത് 1982 വരെ ഓൾഡ് STP കണ്ടീഷനായ 273.15 കെൽവിൻ ടെമ്പറേച്ചർ 1 atm ഓർ 1.013 × 10⁵ പാസ്കൽ പ്രഷർ അതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 1982 മുതൽ STP കണ്ടീഷനിൽ സ്റ്റാൻഡേർഡ് പ്രഷറായിട്ട് ഉപയോഗിക്കുന്നത് 1 ബാർ ആണ്, ദാറ്റ് ഈസ് 10⁵ പാസ്കലാണ്.
ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മോളാർ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 22.71 ലിറ്റർ ആണ് ഫോർ ഐഡിയൽ ഗ്യാസ്. ഇവിടെ നമ്മൾ മറ്റൊരു പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് SATP, സ്റ്റാൻഡേർഡ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഈ കണ്ടീഷനിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ഓർ 298.15 കെൽവിൻ ടെമ്പറേച്ചറും സ്റ്റാൻഡേർഡ് പ്രഷറായി 1 ബാറുമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ സാധാരണയായിട്ട് തെർമോഡൈനമിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്നാണ് അവിടെ വിളിക്കുന്നത്. ഈ SATP കണ്ടീഷനിൽ മോളാർ വോളിയം ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് 24.789 ലിറ്റർ പെർ മോൾ. ഇവിടെ ചില സാധാരണ ഗ്യാസിൻ്റെ STPയിലെ മോളാർ വോളിയം നിങ്ങൾക്ക് കാണാം. ഫോർ ആർഗൺ മോളാർ വോളിയം അറ്റ് STP ഈസ് 22.37 ലിറ്റർ പെർ മോൾ. For carbon dioxide, it is 22.54, dinitrogen 22.69, dioxygen 22.69, dihydrogen 22.72, and for ideal gases 22.71 liter per mole. നമ്മൾ ഈ കണ്ട ഗ്യാസിൻ്റെ കേസിൽ എല്ലാ ഗ്യാസിൻ്റെയും മോളാർ വോളിയം STP കണ്ടീഷനിൽ ഒരേപോലെ അല്ല കാണുന്നത്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. അപ്പോൾ മോളാർ വോളിയം എന്തായിരിക്കാം? മോളാർ മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി. ഓരോ ഗ്യാസിൻ്റെയും ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ളതുകൊണ്ട് മോളാർ വോളിയത്തിലും ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാറുണ്ട്. അടുത്ത നമ്മൾ പഠിക്കുന്നത് അവഗാഡ്രോസ് ലോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡെൻസിറ്റിയെ മോളാർ മാസുമായിട്ട് റിലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം അവഗാഡ്രോസ് ലോയുടെ മാത്തമെറ്റിക്കൽ ഫോം V is equal to K into N എന്നാണ്. ഇവിടെ N is equal to W by M, that is number of moles is equal to given mass in gram divided by molar mass. So we can write V is equal to K into W by M, or M is equal to K into W by V. ഇവിടെ W is the mass and V is the volume. What is mass by volume? Density. Therefore we can write M is equal to K into D, or M is proportional to D, or D is proportional to M. That is, density of a gas is directly proportional to molar mass, or when molar mass increases, density also increases. ഇവിടെ കൂട്ടുകാർക്ക് ചില ഗ്യാസിൻ്റെ മോളാർ മാസ് സ്ക്രീനിൽ കാണാം. ഇതിൽ ഏത് ഗ്യാസിനാണ് ഡെൻസിറ്റി കൂടുതൽ എന്ന് നോക്കാം. ഹൈഡ്രജൻ ഗ്യാസിൻ്റെ മോളാർ മാസ് 2 gram per mole, നൈട്രജൻ 28, ഓക്സിജൻ 32, കാർബൺ ഡയോക്സൈഡ് 44, മീഥെയിൻ 16. ഇതിൽ ആർക്കായിരിക്കും ഡെൻസിറ്റി കൂടുതൽ? വിച്ച് ഈസ് ദ ഡെൻസസ്റ്റ് ഗ്യാസ്? കാർബൺ ഡയോക്സൈഡ്, ബിക്കോസ് ഇറ്റ് ഹാസ് ദ ഹയസ്റ്റ് മോളാർ മാസ്, ആൻഡ് ഹൈഡ്രജൻ ഈസ് ദ ലൈറ്റസ്റ്റ് ഗ്യാസ് ബിക്കോസ് ഇറ്റ് ഹാസ് ദ ലോവസ്റ്റ് മോളാർ മാസ്. നമ്മളിപ്പോൾ 4 ഗ്യാസ് ലോസ് പഠിച്ചു. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ ആൻഡ് ഗേ-ലൂസാക്സ് ലോ. നമുക്ക് ഈ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ എന്നിവ ഒന്ന് കമ്പൈൻ ചെയ്താലോ? അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, P proportional to 1/V or V proportional to 1/P at constant temperature and number of moles. According to Charles law, V proportional to T at constant P and N. And according to Avogadro's law, V proportional to N at constants P and T. ഈ എല്ലാ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ്റെയും ലെഫ്റ്റ് സൈഡിൽ V ആണ്. അതുകൊണ്ട് നമുക്കത് കമ്പൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം: V proportional to 1/P into T into N, or V is equal to a constant, that is R, into 1/P into T into N, or PV is equal to nRT. ഈ ഇക്വേഷന് ഒരു പേര് വിളിക്കും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇവിടെ R ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഈ ഇക്വേഷൻ, ദറ്റ് ഈസ് PV is equal to nRT എന്ന ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസിനെ നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കും. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുക മീൻസ് ആ ഗ്യാസ് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഈ ലോസ് എല്ലാം തന്നെ എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്യും എന്നാണ്. സാധാരണ ഒരു ഗ്യാസും തന്നെ ഐഡിയൽ ഗ്യാസ് അല്ല, അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് എന്ന കൺസെപ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഗ്യാസിൻ്റെ 4 മെഷറബിൾ പ്രോപ്പർട്ടീസ് ഉൾക്കൊള്ളുന്നുണ്ട്. ഏതൊക്കെയാണ്?
pressure, volume, temperature and number of moles. So ideal gas equation describes the state of a gas. So it is also called equation of state. അപ്പോൾ നാം പഠിച്ച ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കൂ. പി വി സി ഈക്വൽ ടു എൻ ആർ ടി. ഇവിടുന്ന് ആർ സി ഈക്വൽ ടു എന്തെഴുതാം? പി വി ഡിവൈഡഡ് ബൈ എൻ ടി. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. എല്ലാ ഗ്യാസിൻ്റെയും കേസിൽ ഈ ആറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് ഡിഫറൻറ്റ് യൂണിറ്റ്സിലുള്ള ആറിൻ്റെ വാല്യൂ ഒന്ന് ഡിറൈവ് ചെയ്താലോ? ആദ്യമായിട്ട് എസ് ഐ യൂണിറ്റിലുള്ള ആറിൻ്റെ വാല്യൂ നോക്കാം. അതായത് എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ ഗ്യാസിൻ്റെ കേസിൽ എസ് ഐ യൂണിറ്റിൽ അതിൻ്റെ വാല്യൂസ്. നമുക്ക് എസ് ടി പിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മോൾ ഗ്യാസിൻ്റെ ആറിൻ്റെ വാല്യൂ എസ് ഐ യൂണിറ്റിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ? നമുക്കറിയാം എസ് ടി പി എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് പ്രഷർ ഈസ് 1 bar വിച്ച് ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. അതേപോലെ 1 mol ഐഡിയൽ ഗ്യാസിൻ്റെ എസ് ടി പിയിലെ വോളിയം 22.71 ലിറ്റർ ആണ്. അതിന് നമ്മൾ എസ് ഐ യൂണിറ്റിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ 22.71 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. ടെമ്പറേച്ചർ 273.15 കെൽവിൻ. ഇത്രയും വാല്യൂ ആറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we can write R is equal to 10⁵ into 22.71 into 10⁻³ divided by 1 into 273.15 which is equal to 8.314 Pascal meter cube per Kelvin per mole. ഈ പാസ്കൽ മീറ്റർ ക്യൂബിനെ നമുക്ക് ജൂൾ എന്നും റെപ്രസെൻ്റ് ചെയ്യാം. സോ R is equal to 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. നമ്മൾ സാധാരണയായിട്ട് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇക്വേഷനിലും ആറിൻ്റെ വാല്യൂ ഉപയോഗിക്കുന്നത് ഇതാണ്. ദാറ്റ് ഈസ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ഇതേപോലെ നമുക്ക് പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ഡിഫറൻറ്റ് യൂണിറ്റ്സിൽ ആറിന് ഡിഫറൻറ്റ് വാല്യൂസ് ഡിറൈവ് ചെയ്യാം. കൂട്ടുകാർക്ക് ആറിൻ്റെ ഡിഫറൻറ്റ് യൂണിറ്റ്സും വാല്യൂസും സ്ക്രീനിൽ കാണാം. ആദ്യമായിട്ട് ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോളിലുള്ള വാല്യൂ. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. സിമിലർലി the value of R in liter bar per Kelvin per mole. R is equal to 8.314 into 10⁻² liter bar per Kelvin per mole. The value of R in SI system നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് 8.314 പാസ്കൽ മീറ്റർ ക്യൂബ് പെർ കെൽവിൻ പെർ മോൾ ഓർ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രോബ്ലം നോക്കിയാലോ? ഈ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. Calculate the volume occupied by 8.8 gram of carbon dioxide at 31.1 degrees Celsius and 1 bar pressure. R is equal to 0.083 bar liter per Kelvin per mole. ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിൻ്റെ മാസ് ഉണ്ട് 8.8 gram ആണ്. ടെമ്പറേച്ചർ ഉണ്ട് 31.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ ഉണ്ട് 1 bar ആണ്. Here mass of carbon dioxide W is equal to 8.8 gram. Temperature T is equal to 31.1 degree Celsius which is equal to 31.1 plus 273 that is equal to 304.1 Kelvin. Pressure P is equal to 1 bar and R is equal to 0.083 bar liter per Kelvin per mole. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡിൻ്റെ മോളാർ മാസ് 44 gram per mole ആണ്. വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്രം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി is equal to എൻ ആർ ടി, എൻ is equal to ഡബ്ല്യു ബൈ എം. ഇവിടെ നമ്മൾ എന്നിൻ്റെ വാല്യൂ ഡബ്ല്യു ബൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് പി വി is equal to ഡബ്ല്യു ബൈ എം ഇൻറ്റു ആർ ടി ഓർ വി is equal to ഡബ്ല്യു ആർ ടി ഡിവൈഡ് ബൈ എം ബി വിച്ച് is equal to 8.8 ഇൻറ്റു 0.083 ഇൻറ്റു 304.1 ഡിവൈഡഡ് ബൈ 44 into 1 which is equal to 5.048 liter. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പൈൻഡ് ഗ്യാസ് ലോ ആണ്. നാം ഇപ്പോൾ പഠിച്ച ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി is equal to എൻ ആർ ടിയിൽ നിന്നും പി വി ബൈ ടി is equal to എന്തെഴുതാം? എൻ ആർ. ഫോർ എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് എൻ ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം ആർ കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് പി വി ബൈ ടി is equal to എ കോൺസ്റ്റൻറ്റ്. ഒരു ഫിക്സഡ് മാസ് ഗ്യാസിൻ്റെ കേസിൽ
ടെമ്പറേച്ചർ T1 ആകുമ്പോൾ പ്രഷർ P1 എന്നും വോളിയം V1 എന്നും ഇരിക്കട്ടെ. ടെമ്പറേച്ചർ T2 ആയി, അപ്പോൾ പ്രഷറിൻ്റെ വാല്യൂ P2 എന്നും വോളിയത്തിൻ്റെ വാല്യൂ V2 എന്നുമായിട്ട് മാറി. ഈ രണ്ട് കണ്ടീഷനിൽ നമ്മൾ മുകളിൽ എഴുതിയ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. അതായത് P1 V1 by T1 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, P2 V2 by T2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് ഇക്വേഷൻ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ we can write P1 V1 by T1 is equal to P2 V2 by T2. ഈ ഇക്വേഷൻ അറിയപ്പെടുന്ന പേരാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ ഓർ കമ്പൈൻഡ് ഗ്യാസ് ലോ ഇക്വേഷൻ. ഇതിൽ നമുക്ക് 6 പാരാമീറ്റേഴ്സിനെ കാണാം. ഏതെങ്കിലും 5 പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ആറാമത്തത് കണ്ടുപിടിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ഈ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. At 25 degrees Celsius and 760 millimeter of mercury pressure, a gas occupies 600 ml volume. What will be its pressure at a height where temperature is 10 degrees Celsius and volume of the gas is 640 ml? ഇവിടെ 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലും 760 മില്ലിമീറ്റർ മെർക്കുറി പ്രഷറിലും ഗ്യാസിൻ്റെ വോളിയം 600 ml ആണ്. അങ്ങനെയാണെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലും 640 ml വോളിയത്തിലും ഗ്യാസിൻ്റെ പ്രഷർ എത്രയായിരിക്കും? അതാണ് കാണേണ്ടത്. ഇനീഷ്യൽ പ്രഷർ P1 is equal to 760 millimeter mercury. Initial volume V1 is equal to 600 ml. Initial temperature T1 is equal to 25 degrees Celsius, which is equal to 25 plus 273, which is equal to 298 Kelvin. Final volume V2 is equal to 640 ml. Final temperature T2 is equal to 10 degrees Celsius, which is equal to 10 plus 273, that is 283 Kelvin. ഫൈനൽ പ്രഷർ P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. നാം നേരത്തെ പഠിച്ച കമ്പൈൻഡ് ഗ്യാസ് ലോയിൽ ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് P1 V1 by T1 is equal to P2 V2 by T2. So P2 is equal to P1 V1 T2 divided by T1 into V2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 676.6 മില്ലിമീറ്റർ മെർക്കുറി എന്ന് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെൻസിറ്റി മോളാർ മാസ് റിലേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് PV is equal to nRT. ഹിയർ N is equal to W by M. So we can write PV is equal to W by M into RT, or M is equal to WRT divided by PV. We know that W by V is equal to density. So M is equal to DRT divided by P. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു ഗ്യാസിൻ്റെ ഡെൻസിറ്റി അറിയാമെങ്കിൽ അതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടി എഴുതിക്കൊള്ളൂ. At 0 degrees Celsius, the density of a certain oxide of a gas at 2 bar is same as that of dinitrogen at 5 bar. What is the molecular mass of the oxide? ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസിൽ 2 ബാർ പ്രഷറിലിരിക്കുന്ന ഒരു ഗ്യാസിൻ്റെ ഓക്സൈഡിൻ്റെ ഡെൻസിറ്റിയും 5 ബാർ പ്രഷറിലെ ഡൈനൈട്രജൻ ഗ്യാസിൻ്റെ ഡെൻസിറ്റിയും ഈക്വൽ ആണെന്നുണ്ട്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് ആദ്യം എഴുതി നോക്കാം. പ്രഷർ ഓഫ് ഓക്സൈഡ് ഈക്വൽ ടു 2 ബാർ, പ്രഷർ ഓഫ് നൈട്രജൻ ഗ്യാസ് ഈക്വൽ ടു 5 ബാർ, മോളാർ മാസ് ഓഫ് നൈട്രജൻ ഈക്വൽ ടു 28 gram per mole. മോളാർ മാസ് ഓഫ് ഓക്സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. We know that M is equal to DRT by P. Therefore, D is equal to MB divided by RT. Here, density of oxide is equal to density of nitrogen gas. ഇവിടെ നമുക്ക് ഡെൻസിറ്റിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. M oxide into P oxide divided by RT is equal to MN2 into PN2 divided by RT. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് RT ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. Therefore, M oxide into P oxide is equal to Mn2 into Pn2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ M oxide is equal to 70 gram per mole എന്ന് കിട്ടും. ദാറ്റ് ഈസ് മോളാർ മാസ് ഓഫ് ദി ഓക്സൈഡ് ഈസ് ഈക്വൽ ടു 70 gram per mole. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗെയ്ലൂസാക്സ് ലോ, അവഗാഡ്രോസ് ലോ എന്നീ ഗ്യാസ് ലോസിനെ പറ്റിയും അതേപോലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, കമ്പൈൻഡ് ഗ്യാസ് ലോ ഇതിനെ പറ്റിയൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി എഴുതിക്കൊള്ളുക. 34.05 ml of phosphorus vapor weighs 0.625 gram at 546 degrees Celsius and 0.1 bar pressure. What is the molar mass of phosphorus? Second question,
An air-filled balloon has a volume of 125 liter at 760 millimeter of mercury and 25 degrees Celsius. What will be its volume when the pressure is 670 millimeter of mercury and temperature is 18 degree Celsius? കൂട്ടുകാർ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. എല്ലാവർക്കും നന്ദി.